ഏകദേശം 10-15 റൂം മാറിക്കഴിഞ്ഞു. ഈ ആഴ്ചയില് 3ാമത്തെ റൂം വെച്ചേക്ക്. എന്തൊക്കെയാണ് മക്കളെ വിശേഷം? കുറേ അല്ലേ കണ്ടിട്ട്, കുറേ ഒരു വ്ളോഗൊക്കെ ചെയ്തിട്ട്. ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഞാൻ ദുബായിലെത്തിയിട്ടുണ്ട്. ദുബായിൽ ഒരു കൊല്ലം ഏകദേശം. അപ്പോൾ ഇവിടുന്ന് ഞാനിപ്പോൾ ഒന്ന് റൂം മാറാൻ പോകുന്നത്. നിങ്ങൾ ദുബായിൽ എങ്ങനെയാണ് നമ്മളൊരു പ്രവാസി റൂം മാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു സ്റ്റുഡൻറ്റ്, പ്രവാസി എന്ന് പറയുമ്പോൾ ഒരു സ്റ്റുഡൻറ്റും വർക്കിങ് കാര്യങ്ങളും, വർക്കൊക്കെ പോയി അതൊക്കെ വലിയ കഥ, അതെല്ലാം ഞാൻ പറയാൻ പോകുന്നുണ്ട്. അതെല്ലാം ഒരു ചർച്ച ചെയ്യാൻ പറ്റിയ ഒരു വലിയൊരു ചാപ്റ്റർ തന്നെയാണ്. അതിൽ നമ്മളിപ്പോൾ എത്തി നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പോൾ റൂം മാറുന്നത് ഇന്നൊരു സീരീസ് തന്നെ, ഇന്നത്തെ വ്ളോഗിൽ അതായിരിക്കും. എൻ്റെ ചെങ്ങായിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് അക്കാദമിക് സിറ്റിയിലാണ്. അക്കാദമിക് സിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിൻ്റെ യൂണിവേഴ്സിറ്റികളുടെ നടുവിൽ. ഇത് ഞാൻ പഠിക്കുന്ന ക്യാമ്പസ് മണിപ്പാൽ യൂണിവേഴ്സിറ്റി. എൻ്റെ മരുതാപകരമായി പച്ചപ്പെല്ലാം നമ്മൾ കാണാൻ പറ്റും. അപ്പം ഇൻഷാ അല്ലാഹ് ഓൻ വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വണ്ടിയിൽ നിന്ന് പറയാം. അപ്പോൾ അതിനു മുമ്പ് ഈ സ്ഥലങ്ങൾ കണ്ടുക, എന്തൊരു മനോഹരമാണ്. മണിപ്പാൽ യൂണിവേഴ്സിറ്റി ഇവിടെയാണ് മക്കളെ ഞാൻ പഠിക്കുന്നത്. അതിൻ്റെ യൂണിവേഴ്സിറ്റിനെ പറ്റിയിട്ടുള്ളൊരു വ്ളോഗ് ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതിനെ പറ്റിയിട്ട് ഇന്നത്തെ റൂം മാറലാണ് നമ്മളെ ചർച്ച. ആ ചർച്ചകളിലേക്ക് നമുക്കൊന്ന് മെല്ലെ എത്തി നോക്കിയാലോ? ഓൻ വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടാ. ചെങ്ങായി വന്നിട്ടുണ്ട്. അല്ലയാ എൻ്റെ വണ്ടി കയറിയാണ്. വണ്ടിയിലെത്തിയിട്ടുള്ള എൻ്റെ കൂടെ എൻ്റെ ചെങ്ങായി ആദിലാണ്. ഇവനാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സപ്പോർട്ട് ചെയ്ത്. നമുക്ക് ലൈസൻസ് ഇല്ല, മാഷാഅല്ലാഹ് എനിക്ക് ലൈസൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു സഹായമായിട്ട് ഇവൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ സാധനങ്ങളെ ഷിഫ്റ്റ് ചെയ്യാൻ നമ്മളെ കൂടെ വരുന്നത്. അപ്പോൾ അതിലെന്താ അവസ്ഥ, ഇത് പാടെത്തിയിട്ട് സാധനം എത്തിയിട്ട് അത് എടുത്തിട്ടുണ്ട്. അതെ, എനിക്ക് അതെടുത്തിട്ട് പിന്നെ ടാസ്ക് തന്നെയാണ്. ടാസ്ക് റൂം ചേഞ്ച് ചെയ്യാന്ന് പറയുമ്പോ അത്രയും വലിയ ടാസ്ക് വേറെ ഒന്നും ഇല്ല. കാരണം ഞാൻ റൂം ഏകദേശം 10-15 റൂം മാറിക്കഴിഞ്ഞു. കാരണം ഈ ആഴ്ചയില് 3ാമത്തെ റൂം വെച്ചേക്കട്ടെ. അതൊന്നുമില്ല, അതെല്ലാം വെറുതെ പറയുന്നത്. ഞാൻ റൂം മാറുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഓരോ സ്ഥലങ്ങളും മനസ്സിലാക്കുന്ന UAE ദുബായിലുള്ള ഓരോ ലൊക്കേഷൻ, കറാമ, തേര, ബർഷ, സിലിക്കോണ്, ഇപ്പൊ അക്കാദമിക് സിറ്റി, അപ്പൊ എല്ലാ സ്ഥലങ്ങളും നമ്മളൊന്ന് മനസ്സിലാക്കണ്ടേ. അതെ, എല്ലായിടത്തും വേറെ വേറെ വൈബല്ലേ നിൽക്കുമ്പോ? വേറെ വേറെ വൈബാണ്. വൈബ് എല്ലാം കിട്ടണം. വൈബ് പൊളിയായിരിക്കണം. നമുക്ക് വൈബ് ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പം സ്പോട്ടിൽ മാറുന്നു. അപ്പോൾ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ സിലിക്കോൺ ഹൈവേ നിന്ന് നേരെ അക്കാദമിക് സിറ്റി, കോളേജ് 20 മിനിറ്റ് മാത്രമേ നടക്കാനുള്ളൂ. പണി പോയിക്ക് അല്ലേ? പണീനെ അതൊക്കെ വരും പോകും, ഒക്കെ അത്രേ ഉള്ളൂ. അതെല്ലാം കേട്ടാൽ മതി. പണി പോകാൻ കാരണം എൻ്റെ കൈക്ക് ചെറിയൊരു സർജറി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അതെല്ലായിട്ട് അതിലൊരു വീഡിയോ ഞാൻ ചെയ്യും ഇൻഷാ അല്ലാഹ്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് എന്തായാലും റൂമിലേക്ക് എത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറയാറുന്ന സാധനങ്ങൾ എത്തി കുറച്ച് പോകാനുണ്ട്. കുറച്ചൊന്നുമില്ല, 8 മിനിറ്റ് ദൂരം, 10 മിനിറ്റ് ദൂരേ ഉള്ളൂ. പക്ഷേ UAE വെച്ചാൽ വൈകുന്നേരം ട്രാഫിക്കും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പം സ്റ്റേ ടു. അങ്ങനെ ഏകദേശം റൂമിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. നമ്മളെ റൂമിൻ്റെ അടുത്ത് പോയി കാണുന്ന അവിടെ ഫില്ലി കഫേ, ഇത് കാണുന്നുണ്ടോ എന്നറിയില്ല, ഞാൻ കാണുന്നുണ്ട് വൃത്തിക്ക്. ആ ഫില്ലി കഫേൻ്റെ ആ റൂട്ട് കയറിയിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. സിലിക്കോൺ റെസിഡൻസിലായിരുന്നു നമ്മൾ താമസിച്ചത്. ഇവിടുന്ന് നേരെ റൈറ്റ് കട്ട് ചെയ്തിട്ട് നേരെ അങ്ങോട്ടേക്ക് കയറണം. ഇതിലൂടെ രാത്രി ആയിട്ടുണ്ട്. രാത്രിയുടെ യാമങ്ങളിൽ റൂം മാറാൻ പോകുന്ന ഞാൻ, അത്ര തന്നെ പറയാൻ, വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ഇവിടുന്ന് നേരെ ഇതാ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. മുന്നിൽ ഇത് ടൊയോട്ടയുടെ ലാൻഡ് ക്രൂസറാ, പഴയ മോഡലത് അല്ല പുതിയ മോഡലാ, 2024 അഡീഷൻ. വണ്ടീൻ്റെ കാര്യത്തിൽ ഇവൻ സ്പെഷ്യലിസ്റ്റാ. വണ്ടിന് വലിയ കാര്യങ്ങൾ അറിയില്ല. നമുക്ക് അങ്ങോട്ടേക്ക് ഇപ്പം ഇവിടെ പാർക്കിംഗ് എവിടെയെങ്കിലും നോക്കണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് വേണം. സിലിക്കോൺ റെസിഡൻസ് 2-ലായിരുന്നു ഞാൻ ആദ്യം താമസിച്ചത്, ഇവിടെ ഉള്ളിൽ. അപ്പം ഇവിടെ എവിടെയെങ്കിലും ഒരു പാർക്കിംഗ് നോക്കിയിട്ട് നമുക്ക് സാധനങ്ങൾ എടുത്തിട്ട് ഇതാക്കേണ്ടി വരും. ഇവിടെ ഒരു ഗല്ലി ഉണ്ട്, അങ്ങോട്ടേക്ക് അങ്ങ് റൈറ്റിലേക്ക് ഒരു ഗല്ലി ഇടുന്നുണ്ട്. ഗല്ലി നോക്കിയിട്ട് വേണം പാർക്കിംഗ് ഏരിയ. ഇവിടെ എല്ലാം കുട്ടികളും കളിക്കുന്നത്. ഇത് നല്ലൊരു ഏരിയ ആയിരുന്നു, അത്യാവശ്യം ഫാമിലിക്കും കുട്ടികൾക്കെല്ലാം കളിക്കാൻ പറ്റുന്നൊരു അത്യാവശ്യം. നേരെ നോക്കിയാൽ നിങ്ങൾക്ക് ബുർജ് ഖലീഫ കാണാം. ബുർജ് ഖലീഫ വ്യൂ ഇടുന്നുണ്ട്, കണ്ട ഒരു കൊള്ളി കഷ്ണം പോലത്തെ സംഭവം, അത് ബുർജ് ഖലീഫ. ഇവിടെ റൈറ്റ് എടുത്തിട്ട് നമുക്ക് ഗല്ലി പാർക്ക് ചെയ്താലോ? ഇവിടെ പാർക്കിങ്ങിലേക്ക് വണ്ടി കയറ്റുകയാണ്. ഇതാണ് ഇതിൻ്റെ പാർക്കിംഗ് ലോട്ട്. എന്തറിയാം, 2 മിനിറ്റിൻ്റെ പരിപാടിയുള്ളൂ. പക്ഷെ സാധനങ്ങൾ കുറച്ചുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അവിടുന്ന് ഇതാക്കണം. അങ്ങനെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു റൂട്ട് കണ്ട്, മാഷാ അല്ലാഹ് പാർക്കിംഗ് ആയി. അങ്ങനെ പാർക്കിങ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാണ്. വണ്ടി കണ്ടു. അപ്പം വണ്ടിയിൽ നിന്ന് ഇറങ്ങി ചെക്കൻ വരുന്നുണ്ട്.
ഇതാണ് മോനെ എൻ്റെ പഴയ സാമ്രാജ്യം. കാണുന്നുണ്ട് നീ? ഇത് സാമ്രാജ്യം ഒന്നും പറയാൻ പറ്റില്ല. എൻട്രൻസ് എങ്ങനെയാ? എൻട്രൻസ് എങ്ങനെ? അതുണ്ട്, അത് യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ, സ്റ്റുഡൻസ് മാത്രം താമസിക്കുന്ന ഹോസ്റ്റൽ റെസിഡൻസ്, DSO യൂണിവേഴ്സിറ്റി റെസിഡൻസ് എന്നുണ്ട്. അപ്പം നമ്മൾ വീഡിയോസ് കണ്ടുള്ള ഒരു ടീമേനും എന്ത് ചെയ്യാനാ. അല്ലോ കാലത്തിൻ്റെ ഓരോരോ പോക്കെ. പണ്ടൊരു മനുഷ്യന്മാർ പോലും തിരിഞ്ഞു നോക്കാതെ തന്നെ ഇപ്പോൾ ആൾക്കാരെല്ലാം പോകുമ്പോൾ തിരിഞ്ഞു നോക്കുന്നുണ്ട്. എല്ലാരാ നിങ്ങൾ കാരണം. ഇതായിരുന്നു അതിലെ എൻ്റെ റെസിഡൻസ്, എൻ്റെ സാമ്രാജ്യം. നൈസ് ലൊക്കേഷൻ ആണല്ലേ? നല്ല ലൊക്കേഷനാണ് വരുന്നത്. അവിടെയാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഹോസ്റ്റല് കുട്ടികൾക്കുള്ള. ഇവിടെ പാർക്കിങ്ങെല്ലാം സൗകര്യമുണ്ട്. പക്ഷെ നമ്മളെന്ത് ചെയ്യാനാ, അവിടെ കച്ചുള്ളത് നന്നായി. കച്ചുള്ളതുകൊണ്ട് നമുക്കിങ്ങനെ പ്രശ്നമില്ല. കച്ച എന്ന് പറയുന്ന സംഭവം വിചാരിക്കും നമ്മുടെ നാട്ടിൽ ഫ്രീ പാർക്കിങ്ങിനാണ് ഇവിടെ കച്ച എന്ന് പറയുന്നത്, അല്ലാണ്ട് കച്ചറാന്നല്ല. അപ്പോൾ നോക്കടാ എൻ്റെ വീട്ടിലെ എൻട്രൻസ്, പഴയ എൻട്രൻസ്. അപ്പം ഇവിടുന്ന് സാധനങ്ങളെടുത്തിട്ട് പോണം. ഇട പറയുകയാണ് എന്നെല്ലാം പറഞ്ഞിട്ടാണ് നമ്മൾ പോകണം. അപ്പം എല്ലാം കണ്ടിട്ടറിയാം. ഇതായിരുന്നു ഈ സ്ഥലം. ഫ്ലോർ ചെയ്തായിരുന്നു? എൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ തന്നെടാ. ഈ കാണുന്നത് ഈ നേരെ ഇതിൻ്റെ താഴെയില്ലേ, ആടെയാ റൂം. മുകളിൽ നിന്ന് കാണുമ്പോൾ മനസ്സിലാവും. എൻട്രൻസ് എൻട്രൻസ് അവിടെ തന്നെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ പാർക്കിംഗ് എങ്ങനെയാണ്? ഉള്ളിലത്തെ പാർക്കിംഗ് ഇത് റെസിഡൻസ് പെർമിറ്റ് എടുക്കേണ്ടി വരും. ഇത് ഓരോരുത്തർ റൂം ഓണേഴ്സ്. നമ്മളടുത്ത് പിന്നെ വണ്ടിയും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വേണ്ട ഇല്ലാത്തതുകൊണ്ട് നമുക്കിന്നെ വിഷയമില്ല. നോ വിഷയം ഫോർ ദ പാർക്കിംഗ്. ഇവിടെ ഇതാ റൂം. ആ കാണുന്നത് അവിടെ ഏതോ ഒരാൾ വന്നിക്കുന്ന പറഞ്ഞത്. റൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കില്ല. ഇത് എൻട്രൻസ്, മെയിൻ എൻട്രൻസ്. സാധനം എടുക്കണം. ഓ മാറി ഇപ്പോൾ അക്കാദമി സിറ്റി. ഓ ഇവിടുന്ന് നീ വീഡിയോ എടുക്കല്ലേ? അത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. ഇത് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇതിന്റെ ലൊക്കേഷൻ, വീഡിയോ എടുക്കുന്ന ലൊക്കേഷൻ ഇതാണ്. നമുക്കെല്ലാം ഒരു ലൊക്കേഷൻ അല്ലേ. അപ്പോൾ റൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വേണം നോക്കട്ടെ. 017 ചൂടൊക്കെ അയച്ചൂടാ. അവിടെ ഒരാൾ കിടക്കുന്നുണ്ട്. ഇവിടെ ബെഡ് സ്പേസ് വേറെ, കിച്ചണിലുണ്ട്. ഇതെല്ലാം ഓർമ്മകളാണ്. ഞാൻ എന്തായാലും ഇത് സാധനങ്ങൾ നോക്കട്ടെ. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പറഞ്ഞുതരുന്ന അവസ്ഥ ഉണ്ട്. പാത്രം എൻ്റെ ഒരു നോട്ട്. ഇതായിരുന്നു മക്കളെ എൻ്റെ സാധനങ്ങളുടെ ഒരു ഇത് പറയണ്ട. ഒരു ലോഡ് ഐറ്റംസ് ഉള്ളത്. നീ റൂമിലാക്കുക, പിടിക്കുക. അയ്യോ ഇതെല്ലാം ഇതായി പോകുന്നുണ്ട്. പിന്നെ ബാഗ് 1 2, പിന്നെ ബ്ലേസേഴ്സ്, കുറച്ച് വെയിറ്റ് ഉണ്ട്. ഇതിൻ്റെ അലക്കാനുള്ള ഡ്രസ്സ്. എന്താ പൊന്നെ ഒറ്റ ഉടുപ്പിയോ? ഈ ട്രോളി ഇത്രയും സാധനങ്ങളുള്ളത്. ഓ ട്രോളി അല്ല, ട്രോളി അല്ല, ട്രോളി മാത്രം. ഇതും കൂടി എൻ്റെ ഉള്ളൂ. ഓ ട്രോളി ഇത് എന്താ പിന്നെ നമുക്കെല്ലാം കൂടി സഞ്ചിയിലാക്കാം. മൊത്തം അതിനകത്ത് കവർ ചെയ്തിടാം.
സെറ്റ് ചെയ്തിട്ട് പറഞ്ഞു. ഒരു ഭാഗത്ത് മോനും ഒരു ഭാഗത്ത് ഞാനും. ഇതാണ് മക്കളെ റൂം ഷിഫ്റ്റിങ്. വണ്ടി വരെ ബാഹുബലിയുടെ മുത്താപ്പയായിപ്പോ. ഹെവി ലോഡഡ്. എത്രത്തോളം കാണാനാണെന്ന് അറിഞ്ഞൂടാ, പക്ഷെ ശ്വാസം എങ്ങനെയുണ്ട് അതിലെ? ഇറ്റ്സ് ഹെവി. കൊണ്ടുപോകുന്നത് എൻ്റെ മക്കളെ, കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയാ വണ്ടിയില്ലാണ്ട് കഷ്ടപ്പെട്ടെ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതെല്ലാം ഒറ്റ കൊണ്ടുവന്നതാ. ഞാൻ ഇത് മൊത്തം ഒറ്റ കൊണ്ടുവന്ന നേരം അവൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ തൊണ്ട ഇടരുന്നുണ്ട്. യാ മോനെ, നമുക്കിവിടെ വെച്ചിട്ട് വണ്ടി ഇങ്ങോട്ട് എടുക്കാല. ആ നല്ല, അല്ലെങ്കിൽ ഫുള്ള് മണ്ണിലാവും. ഇതാണ് മക്കളെ റൂം ഷിഫ്റ്റിങ്ങിൻ്റെ കഷ്ടപ്പാട്. എവിടെ നിർത്തണല്ലേ? ഇവിടെ വെക്കല. ഇത് വണ്ടിയാ അല്ല, അപ്പുറത്തേക്ക് നിർത്തിക്കോ. അപ്പുറത്തേക്ക് സാധനം വെക്കുന്നു. അവൻ്റെ ബുദ്ധിപരമായ നീക്കം. അപ്പുറത്തേക്ക് സാധനം വെക്കാൻ. ഇത്രയും സാധനങ്ങൾ ഇവിടെ ഉള്ള. ഇത് മാത്രമല്ല, ഇതുണ്ടോ, ഇതും പിന്നെ ഇതും ഇതെല്ലാം ഉണ്ട്. പെരുമാകെ ഇത്തൊരു ബാഗ്, ഈ ഒരു ബാഗ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഇതെല്ലാം ഇവിടെ വന്നിട്ട് ഉണ്ടാക്കി ആകെയുള്ള സാമ്രാജ്യം. അത് മാത്രമേ കയ്യിലുള്ളൂ, വേറൊന്നുമില്ല. അതാ വലിയ സങ്കടം. മനസ്സിലായില്ല, അവിടെ നിന്ന് ഇങ്ങനെ കുട്ടികൾ പഠിക്കുന്നുണ്ടെന്ന്. അതിൽ വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഒരു വണ്ടീൻ്റെ ഡിക്കി എന്തെല്ലാം എങ്ങനെ നടക്കാൻ പറ്റുമോ അങ്ങനെ നമ്മൾ ഇറക്കിയില്ലേ. ഇത് ഉള്ളിൽ വെക്കാല്ലേ? ആ ബ്ലേസർ ഇത് ബാക്ക് വെച്ചാലോ? ഇതും അതും അങ്ങ് വെച്ചു. ഓക്കെ, അതോ ഇനിയിപ്പോൾ ഡിക്കി അടക്കണം. അതുപോലെ ഇനിയാണ് മക്കളെ നെക്സ്റ്റ് സ്പോട്ട്, നമ്മളെ പുതിയ റൂമിലേക്ക്. ഇവിടെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഏത് വണ്ടി കയറിയാലും ഫസ്റ്റ് പ്രയോറിറ്റി സീറ്റ് ബെൽറ്റ്. സീറ്റ് ബെൽറ്റ് ഫസ്റ്റ് എന്നല്ലേ? ശരിയുള്ളൂ. അങ്ങനെ മക്കളെ, ചിലപ്പോൾ കണ്ട ഇതാണ് റൂം ഷിഫ്റ്റിങ്ങിൻ്റെ വൻ ടാസ്ക്. ഞാൻ പഴയ റൂം മാറുമ്പോൾ ഒറ്റയ്ക്കേനു. ഇവരത് വിശ്വസിക്കുന്നില്ല. എന്ത് ചെയ്യാനാ, ഇത്രയും ലോഡ് സാധനം. അത് ഞാനൊരു ബാഹുബലി ഒന്നുമില്ല, എൻ്റെ മോനെ എൻ്റെ ഒരു കൈ ഉണ്ട്, അതും എല്ലോ. എങ്ങനെയാ നിനക്കും പഠിച്ചവനാണോട് ഞാൻ പോയതെന്ന്. എന്തായാലും അത് രസം. ഇനിയിപ്പം പുതിയ സ്ഥലം, പുതിയ രാജ്യം, പുതിയ കളികൾ, പുതിയ വൈബുകളോടൊപ്പം നമുക്ക് കാണാം. ഞാൻ എന്തായാലും അവിടെ റൂമെത്തിയിട്ട് റൂമിൻ്റെ അടുത്ത് വരെ നമുക്ക് നോക്കാം എന്തായാലും സ്ഥിതി. അപ്പോൾ സ്റ്റേ ട്യൂൺ. കുറച്ച് ശ്വാസം എടുത്തോട്ടെ. അപ്പോൾ ഇനി ഏകദേശം 10-15 മിനിറ്റ് കൊണ്ട് നമ്മൾ റൂമിലെത്തും. ആ റൂമിലെത്തുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിച്ച് നോക്കാം അല്ലേ? അതിലെ പിന്നെന്താ നമ്മളെ അവസ്ഥ നമുക്കല്ലേ അറിഞ്ഞൂടോ. ഈ നാട്ടിൽ നിൽക്കുന്ന പലരും വിചാരിക്കും നമ്മുടെ ഇവിടെ ലക്ഷറി ലൈഫാ ഭയങ്കര. എടാ, റീലും റിയാലിറ്റിയും എൻ്റയർലി ഡിഫറെൻറ്റാണ്. നമ്മൾ റീലിൽ നമ്മൾ ലക്ഷറി ലൈഫും കാര്യങ്ങളൊന്നുമല്ല, അത് ജസ്റ്റ് ഒരു ഹാപ്പിനെസ് മാത്രം. പക്ഷേ യഥാർത്ഥ സാഹചര്യത്തിൽ നമുക്കും കഷ്ടപ്പാടുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, സിറ്റുവേഷൻസും ഉണ്ട്. അത് മനസ്സിലാക്കാണ്ട് പലരും നമ്മളെ ഇതാക്കുന്നുണ്ട്. വാല്യൂ എങ്ങനെയാ വെച്ചാൽ നമ്മളെ വലിയ ഹൈപ്പിലെത്തിക്കണ്ടെന്നല്ല ആൾ പറയുന്നത്. പക്ഷെ ചില സാഹചര്യങ്ങൾ അപ്സും ഡൗൺസും ഉണ്ട്. ഇപ്പം ഞാൻ ഡൗണിലുള്ളത്. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം ഞാൻ അപ്പാവും, എപ്പെങ്കിലും ഒരു ദിവസം ഇൻഷാ അല്ലാഹ്. നിങ്ങളുടെ സപ്പോർട്ടും വേണം. ഇപ്പം ഇവൻ്റെ ഈ ഓരോ വാക്കുകളും ഓരോ മൂർച്ചയേറിയ വാക്കുകളതല്ല. അപ്പോൾ അത് ഇൻഷാ അല്ലാഹ് ഫ്യൂച്ചറിൽ എപ്പോൾ ഉണ്ടാവും. അപ്പോൾ റൂമിലേക്ക് പോട്ടെ. അക്കാദമിക് സിറ്റീൻ്റെ ഏരിയയിലാണ്. അതൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ്
അടുത്ത വ്ലോഗ് പറയുന്നതായിരിക്കും. എൻ്റെ റൂം എങ്ങനെയാണ്, ഞാൻ എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ള, പിന്നെ റെൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ഇൻഷാല്ലാ ആലോചിക്കട്ടെ പറയണോ വേണ്ടിയോ എന്നുള്ളത്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ എങ്ങനെയാണ് എക്സ്പീരിയൻസ്, ലൈഫ് സ്റ്റോറീസ് എല്ലാം ഇനി അങ്ങോട്ടേക്ക് ഉണ്ടാവും. ഒരു പ്രവാസ ജീവിതത്തിൽ ഒരു സ്റ്റുഡൻറ്റ് എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇൻഷാല്ലാ ഇത്ര വരെ കണ്ടത്, ഇത്ര വരെ എന്നെ സഹിച്ചുകൊണ്ട് നന്ദി. ഇനി അങ്ങോട്ട് സഹിക്കാൻ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ ബൈ, see you.